എല്ലാവർക്കും നമസ്കാരം. ഹത്തയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ നമ്മളിപ്പോൾ. ഇത് പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. വീഡിയോ എടുക്കണതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് തുടക്കം മുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ഗോതമ്പ് പാടങ്ങൾ കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കണം എന്നുള്ള തോന്നൽ എനിക്കുണ്ടായത് തന്നെ. ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്ന വിശാലമായ ഗോതമ്പ് പാടം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നാട്ടിൽ നെൽപ്പാടങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മണലാരണ്യത്തിൽ ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നത് അറിയാമെങ്കിലും ഇതുപോലുള്ളൊരു കാഴ്ച ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അതെല്ലാം പിന്നിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് കുന്നും മലകളുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് കേട്ടോ. ഹത്തയിലേക്ക് ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, എങ്കിലും ഹത്ത ഡാമിലേക്കുള്ള യാത്ര ഇതാദ്യമായിട്ടാണ്. UAE നമ്മൾ ഓരോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇതിനു മുമ്പ് വഴിയോര കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് റാസൽ ഖൈമയിലേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾ ഷാർജയിൽ നിന്ന് ഒരു 11:30 കഴിഞ്ഞിട്ടാണ് യാത്ര തിരിച്ചത്. ഞാനും ചേട്ടനും ഞങ്ങളുടെ റിലേറ്റീവ്സും കൂടിയാണ് കേട്ടോ പോയത്. ഹത്തയിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പം നമ്മൾ കുന്നും മലകളൊക്കെ പിന്നിട്ട് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തിറങ്ങി ഫുഡൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഹത്തയിലെത്തിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊക്കെ ഒരു പാർക്കിലിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരുമ്പോൾ ഇവിടെ പാർക്കിൻ്റെ അവിടെ ഫ്രണ്ടിലായിട്ട് ഈ ലുക്കൈമത്ത് പറഞ്ഞിട്ട് അറബിക് സീറ്റ് ഉണ്ടാക്കുന്നത് കണ്ടു. അവർ മാവ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് പാകം ചെയ്യുക മാത്രമാണ് ചെയ്യണത് കേട്ടോ. മൈദയും ഈസ്റ്റൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടത്. മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് ഓരോ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് നല്ല ബ്രൗൺ നിറമാവുമ്പോൾ വറുത്ത് കോരി അതിൽ ഡേറ്റ് സിറപ്പും വെളുത്ത എള്ളും ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത്. ചെറുത്, മീഡിയം, വലുത് അങ്ങനെ 3 സൈസിലാണ് അവരുണ്ടാക്കുന്നത്. വിലയും അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. സമയക്കുറവ് കാരണം ഞങ്ങൾ ലേക്ക് കാണാൻ പോയില്ല. അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോയിട്ട് വേണം ഹത്ത ഡാമിലോട്ട് പോകാനായിട്ട്. ഹത്ത ഡാമിലേക്ക് നമ്മുടെ വണ്ടിയിലല്ല പോണത്. ഇതേപോലെയുള്ള ചെറിയ ബസ്സുകൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഫ്രീ ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ കയറിയ ബസ്സിൽ തുടക്കത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ സീറ്റാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഞാനും ചേട്ടനും ഏറ്റവും ബാക്കിലാണ് ഇട്ടിരുന്നത്. ഇവിടെ നിന്ന് വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദൂരം പിന്നിട്ട് അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫാമിലി കയറി. എന്നാലും ബസ്സിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. അവർ ബസ് ഫുള്ളാക്കിയിട്ടല്ല കൊണ്ടുപോകുന്നത്. കുറച്ച് പേര് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ്, അങ്ങനെയാണ് അവർ പോകുന്നത്. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ കിട്ടിയ സമയം കൊണ്ട് ചേട്ടൻ വണ്ടിയിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടാണ്. ഡാമിൻ്റെ അവിടേക്ക് പോണതേ 2 ബസ്സുകളിലായിട്ടാണ്. നമ്മൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അവർ ഒരു സ്ഥലത്ത് ഇറക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത ബസ്സിൽ കയറണം. അവിടെ നിന്ന് നേരെ പോകുന്നത് ഡാമിലേക്കാണ്. അടുത്ത ബസ്സിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു തിരക്കുമില്ല. നമ്മൾ വന്ന ബസ്സിലെ ആൾക്കാരും പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. പോകുന്ന വഴിയിൽ ഇവിടെ സൈഡിലായിട്ട് എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നത് കാണുന്നുണ്ട്. വളരെ പതുക്കെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മല കയറണത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഹത്ത. ബസ് വളരെ പതുക്കെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് തന്നെ പോകാം. നടന്ന് കയറി ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ അതേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാണുന്നത് സ്റ്റെപ്പുകളാണ്. ഈ കയറ്റം കയറി നമ്മൾ നേരെ മുകളിലെത്തുന്നത് ഡാമിൻ്റെ അടുത്തേക്കാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ വഴിയിലൊക്കെ ആൾക്കാർ നടന്നു പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ പതുക്കെ മുകളിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഹത്ത ഡാമിനടുത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ വിൻ്റർ സീസണിലെ ഈ വൈകുന്നേരം നേരത്ത് ഈ ഹത്ത ഡാമിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് തോന്നിയത്. എനിക്കിതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നതാണ് ഇഷ്ടം. മാളുകളിലൊക്കെ പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇത് ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. അതാ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇത് വല്യേച്ചി, ചേട്ടൻ്റെ വല്യച്ഛൻ്റെ മോളാണ്. ഇത് സൈ ചേട്ടൻ, വല്യച്ഛൻ്റെ മോൻ. പിന്നെ ട്രീസൻ ബിൻസി വല്യേച്ചിയുടെ മോനും മരുമോളുമാണ്. ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ ഹത്തയ്ക്ക് പോയത്. ഇതിപ്പോൾ ഞങ്ങൾ മുകളിലാണ് കേട്ടോ നിൽക്കണത്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട്
ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ മുകളിൽ നിന്ന് തന്നെ കാണുമ്പോൾ നമുക്ക് ഇത്ര നല്ല വ്യൂസൊക്കെയാണ്. അപ്പോൾ താഴെ പോയിട്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പറയേണ്ടതില്ലല്ലോ. ആ യാത്ര അത്രയ്ക്കും ചിലവേറിയത് കൊണ്ട് ഞങ്ങളെപ്പോലെ തന്നെ വളരെയധികം പേര് ഇവിടെ നിന്ന് കണ്ടു മടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മനോഹരമായ സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചു. പിന്നീട് ഞങ്ങൾ വന്ന പോലെ തന്നെ മറ്റൊരു ബസ്സിൽ കയറി കുന്നിറങ്ങി യാത്ര തിരിച്ചു. ഞങ്ങളോടൊപ്പം ഹത്തയിലേക്കുള്ള യാത്ര നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.